ഇന്നത്തെ ബന്ധങ്ങളെ സങ്കീർണമാക്കുന്ന ഒരു പറയാത്ത ഉടമ്പടിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പ്രയോഗം നമ്മുടെ ബന്ധങ്ങളിലെ ഒരു അസന്തുലിതാവസ്ഥയാണ് അത് കാണിക്കുന്നത്. ഇതാണ് ആ പറയാത്ത കരാറിന്റെ കാതൽ. ഇതിലുണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ആ പ്രധാന പ്രശ്നം. അപ്പോ എന്തൊക്കെയാണ് ഈ എഴുതാത്ത കരാറിലെ കണ്ടീഷൻസ്? നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് ആ ഇരട്ടത്താപ്പ് വരുന്നത്. ഒരാൾക്ക് പരമ്പരാഗത റോളുകളുടെ എല്ലാ ഗുണങ്ങളും കിട്ടുന്നു, പക്ഷേ മറ്റേയാൾക്കോ ആധുനിക കാലത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തനിച്ചു ചുമക്കേണ്ടി വരുന്നു. അപ്പോ ഈ അന്യായമായ കരാർ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അതിനൊരു പ്രത്യേക തന്ത്രമുണ്ട്. ഇതിനെയാണ് വെപ്പണൈസ്ഡ് ഇൻകോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. ഇത് വെറും മടിയല്ല, അതൊരു തന്ത്രമാണ്. ഈ 4 സ്റ്റെപ്പുകളിലൂടെ ഒരാൾക്ക് വളരെ ഈസിയായി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പറ്റും. അതോടെ എല്ലാ ജോലിയുടെയും ഭാരം മറ്റേയാളുടെ തലയിലാവും. വളരെ സിമ്പിൾ. ഈ ഒരു ഡൈനാമിക്സ് ബന്ധങ്ങളിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഇത് വെറുമൊരു പാത്രം കഴുകാത്തതിന്റെയോ ഒരു കാര്യം മറന്നുപോയതിന്റെയോ പ്രശ്നമല്ല. പതുക്കെ പതുക്കെ ഇത് പരസ്പര വിശ്വാസത്തെയും ബഹുമാനത്തെയും ഇല്ലാതാക്കും. ബന്ധത്തിന്റെ അടിത്തറ തന്നെ തകരും. അതുകൊണ്ടുതന്നെ ഈയൊരു പാറ്റേൺ തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ്. അതുതന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പും. അപ്പോ ഒരു ബന്ധത്തിൽ തുല്യത എന്നത് നമ്മൾ വെറുതെ പ്രതീക്ഷിക്കേണ്ട ഒന്നാണോ, അതോ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണോ?